നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടുവന്നിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിരുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനും വൈഫും കൂടി അതിനെക്കുറിച്ച് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടുപേരും തുല്യ തെറ്റുകാരാണ്. എനിക്കെൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഒന്നും കൂടി തെറ്റുകാരി ജാസ്മിനാണ്. റീസൺ എന്താ വെച്ചാൽ അവൾ പുറത്ത് കമ്മിറ്റഡാണ്, ഒരു സീരിയസ് റിലേഷൻഷിപ്പിലാണ്, വീട്ടുകാർ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതിനുള്ളിൽ ഒന്ന് ചെയ്തു. എന്തുകൊണ്ടാണ് ഗബ്രി അത്രയും വലിയ തെറ്റുകാരല്ലാന്ന് എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ പറയാൻ കാരണം വെച്ചാൽ ആ ഒരു പ്രായമുള്ളൊരു പയ്യനാണ്. അവൻ റിലേഷൻഷിപ്പൊന്നും അവൻ റിവീൽ ചെയ്തിട്ടില്ല. അവന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ എന്നുള്ള അവൻ പുറത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ലൈവ് അപ്ഡേറ്റ് ആണ് പറയാനുള്ള റീസൺ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പോലെ പറഞ്ഞില്ലല്ലോ. ലൈവിൽ ഗബ്രി ആകെ തകർന്ന് തരിപ്പണായിട്ട് ഇരിക്കുന്നൊരു ഗബ്രിയാണ് ഈ കാണുന്നത്. ഗബ്രി ഭക്ഷണം കഴിക്കുന്നില്ല, ഗബ്രി ഒന്നും ചെയ്യുന്നില്ല, ഗബ്രി അനങ്ങുന്നില്ല. ഗബ്രി നാളെ ക്വിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം. പക്ഷേ അപ്പോഴും അവിടെ ചെല്ലുന്ന സമയത്ത് ജാസ്മിൻ പുറകെ നടന്നിട്ട് കാര്യങ്ങൾ പിന്നാലെ കൂടിയിട്ട് പിന്നെ സംസാരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അവർ പറഞ്ഞൊരു സംഗതിയുണ്ട്. നമുക്ക് രണ്ടുപേരുടെ നമ്മുടെ സിറ്റുവേഷൻ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ മതം കൊണ്ടായിരിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എന്ത് റിലേഷൻഷിപ്പാണെന്നുള്ളത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ അവസ്ഥ കൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ജാസ്മിനാണ് പറയുന്നത്. ഗബ്രി അതിനായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളുടെ ഒരു അവസ്ഥ കൊണ്ടല്ലേ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നത്. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ രീതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ പിന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ബേസിക്കലി അവർ തമ്മിൽ ഇഷ്ടമാണ്, അത് ഇഷ്ടമാണെന്നുള്ളത് തുറന്ന് പറയാത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ കാസ്റ്റും കാര്യങ്ങളും റിലീജിയനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം ഒരു പക്ഷേ. എന്താ അവസ്ഥയാണ് അല്ലേ, ഞാൻ ആലോചിച്ച് നോക്കാം. പുറത്തൊരു ചങ്ങാതി അവിടെ സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് നടക്കുന്നുണ്ട്, ഡോണ്ട് ഡബിൾ ഡേറ്റ് ആന ചേന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പൊട്ടൻ പുറത്ത്. അതിന് മുന്നേ ഞാൻ ചോദിക്കുക, ഈ ജാസ്മിന് കാണുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ഇഷ്ടമാകുമെന്ന് തോന്നുന്നുണ്ടല്ലേ. ഓരോ ആൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ അതിനോട് പ്രേമ. എന്തൊരു ലൈഫല്ലേ ഇതൊക്കെ. കല്യാണം കഴിഞ്ഞ് പോയാൽ എന്താണ്ട് അവസ്ഥ ആവും. നമ്മളൊന്നും ഇങ്ങനെ പറയണം വിചാരിച്ചല്ല, പക്ഷേ സിറ്റുവേഷൻ കാണുന്ന സമയത്ത് പറഞ്ഞു പോകണം. അൻസിബ അവിടെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ നിന്നിട്ട് അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയണം. അൻസിബ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഗബ്രീനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അൻസിബ ചില കാര്യങ്ങളിൽ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം, ഇതുപോലുള്ള ഈ ഫാമിലി റിലേഷൻഷിപ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് അച്ചടക്കം, മോറൽ വാല്യൂസ്, ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അൻസിബയുടെ കുറച്ച് സെൻസിബിളായിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അൻസിബ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഈക്വൽ വൈബാകുമ്പോൾ ഒരു കാര്യം. പക്ഷേ നമുക്ക് അൻസിബയുടെ സംസാരം ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചിന്തിച്ചു. കാരണം ഈക്വലായിട്ട് നിൽക്കണം എന്നുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ നാളെ ഗബ്രി ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ജാസ്മിൻ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട, പക്ഷെ നമ്മളത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെയും ഇരുന്ന് മെഴുകൽ. ബേസിക്കലി 10-24 വയസ്സുള്ളൊരു പെണ്ണ് ഓൾറെഡി കുറേ റിലേഷൻഷിപ്സ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് ഇത്ര റിലേഷൻഷിപ്സ് ഉണ്ടായില്ല തോന്നുന്നുണ്ട് കേട്ടോ. അവൻ്റെ പെരുമാറ്റം പരിപാടിയും കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അവന് ഈ ഒരു ശുദ്ധ പ്രേമം തോന്നിയായിരിക്കാം. ഇതിന് അങ്ങനെ ഒരു പരിശുദ്ധം എന്നുള്ള രീതി, പരിശുദ്ധമല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആത്മാർത്ഥമുള്ള രീതിയിലൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ തെറി പറയാൻ തോന്നുമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാളെ ഗബ്രി ക്വിറ്റ് ചെയ്യുമോ എന്താ അതിൻ്റെ പരിപാടി എന്നുള്ള അറിയില്ല. പിന്നെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. അവിടെ ജിൻഡോവും ജാസ്മിനും തമ്മിൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കണം ഇഷ്യൂ. കാരണം ജിൻഡോ അവിടെ വളരെ വാലിഡ് പോയിൻ്റാണ് ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ വീണ്ടും ചൊറിയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. എല്ലാവരും ഗെയിമേഴ്സ് ആണെങ്കിൽ, അതാണ് അടുത്ത് പറയാൻ വരുന്നത്, എല്ലാവരും ബിഗ് ബോസിൽ ചെന്നിരിക്കുന്നത് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അവരുടെ സമയം ഇതാക്കിയിട്ട് എല്ലാവരുടെ സമയം കളഞ്ഞ് അവിടെ ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണ് പോയതെങ്കിൽ നാളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഗെയിമിൻ്റെ രീതിയിൽ കണ്ടിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് ആളെ പുറത്താക്കാൻ നോക്കണം. അല്ലാതെ ഇപ്പം ഞാനന്ന് സത്യം പറഞ്ഞാൽ നോറയ്ക്ക് എഗെയിൻസ്റ്റ്, നോറ അന്ന് ഇങ്ങനെ കൈയടിച്ച സമയത്ത് ഞാൻ തന്നെ എടുത്തിരുത്ത് പറഞ്ഞേ. പക്ഷേ ഞാൻ തന്നെ ഇപ്പോൾ പറയുന്നു, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. പക്ഷേ ജാസ്മിൻ്റെ കേസിൽ അത് ഐ ഡോണ്ട് തിങ്ക് ഷീ ഡിസേർവ്സ് എൻ ഇമോഷണൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ട് എല്ലാവർക്കും വേണം, പക്ഷേ ജാസ്മിന് മാത്രമായിട്ട് അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നില്ല. കാരണം അത് വേണ്ടോളപ്പുറം ഏഷ്യാനെറ്റ് കൊടുത്തു കഴിഞ്ഞു, അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തു. ഇനി എല്ലാവരും ഗെയിമിൻ്റെ ആ രീതിയിൽ കളിക്കട്ടെ. നാളത്തെ പ്രൊമോ ഏതായാലും വെയിറ്റിംഗ് ആണ്. അത് എപ്പോഴാണ് നടക്കണമെന്നുള്ള അറിയില്ല, എപ്പോഴാണോ ഇനി അടി നടക്കുന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും കൂടി അതിനുള്ളിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പുറത്തും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഇതാണ് ലൈവ് അപ്ഡേറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ലൈവ് കണ്ടവർക്ക്, അല്ലാത്തവർക്കായിട്ട് പറ്റുമെങ്കിൽ ലൈവ് പോയി കാണുക, അല്ലെങ്കിൽ നാളെ അടുത്തൊരു വീഡിയോ കാണാം.